നമസ്കാരം. അപ്പൊ എല്ലാവർക്കും MJ വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ അറിയാലോ, ഹാപ്പി ന്യൂ ഇയർ ആണ്, എല്ലാരും ഹാപ്പിയാണ് സംഭവം. അപ്പൊ നമ്മൾ ജെർച്ചാനെ മിസ് ചെയ്യുന്നുണ്ട്. ജെർച്ചാനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, എന്തോ ഓഡിറ്ററിന്റെ വലിയ എന്തോ പദവിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയേക്കാണ്. അപ്പൊ ജെർച്ചാനെ മിസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയറിന് ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെയാണ് ചെയ്യാൻ പോണത്. ഈ കേക്ക് കണ്ടോ ഓരേ. അപ്പൊ അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തതെന്ന് ഒന്ന് പോയി കണ്ടിട്ട് പോവാം. ഒരു കിടുക്കൻ ലൊക്കേഷനിലാണ് നമ്മൾ ഇന്നലെ പോയി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്. നമ്മൾ 12 o'clock കൗണ്ട് ഡൗൺ ഒക്കെ ചെയ്ത്. അപ്പൊ അതൊന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് തിരിച്ചു പോവാം. ആ 5 സെക്കൻഡ്. 4, 3, 2, 1. ഹാപ്പി ന്യൂ ഇയർ. Happy New Year from Saudi Arabia. Happy New Year from MJ Vlogs and team. Yes, ടീമിൽ ഒരാളില്ല, ഒരാൾ മിസ്സിംഗ് ആണ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ദോഷമ്മ എന്തുകൊണ്ട് പറയാൻ? ന്യൂ ഇയർ 2021 ആയി ദോഷമ്മ. ദോഷമ്മയ്ക്ക് ഒന്നുമില്ല. മെർലിമ്മയ്ക്ക് എന്തുകൊണ്ട് പറയാൻ? MJ വ്ളോഗ്സ് പൊളിച്ചിരിക്കും ഈ വർഷം. ഓക്കേ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മള് ന്യൂ ഇയർ ആയിട്ട് കേക്ക് കെട്ടിയിണ്ടേ. കേക്ക് കെട്ടിയില്ലെങ്കിൽ മോശമല്ലേ? എന്താ ഗ്ലിച്ചോ? എന്തായാലും മധുരം കഴിക്കണ്ടേ? ഈ കേക്കിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് ആൽമണ്ട് മാർഷ്മെല്ലോ ന്യൂട്ടെല്ല കേക്ക്. എന്ത് പൊട്ടന്മാരാണ്. ഇല്ല, നമ്മളെല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മൾ ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഡീസന്റ് ആണ്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് നമുക്ക് കിടക്കാം. ന്യൂ ഇയർ നമുക്ക് മധുരം കൊണ്ട് നമുക്ക് തുടങ്ങാം, അല്ലേ? അതല്ലേ എൻ്റെ ഒരു സുഖം. അപ്പം എല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്യാം. ഞാൻ പിടിച്ചോളാം. റെഡി? കത്തി കറക്റ്റ് അല്ലേ? ഹാപ്പി ന്യൂ ഇയറോ? ഹാപ്പി ന്യൂ ഇയർ to you. Happy New Year to you. അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നോണം കേട്ടോ. Happy New Year to everyone. Happy New Year to everyone. To everyone. എല്ലാവർക്കും വായിച്ചു കൊടുക്കൂ. MJ വ്ളോഗ്സ് ആൻഡ് ടീം ജെർച്ചാനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി എല്ലാവരെയും മിസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമ്മൾ ഓ മൈ ഗോഡ്, ഇത് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. തുപ്പല്ലടി. യെസ്. സോറി, ഇവിടെ മൊത്തം ആളുപൊളി. അതെ, ഞാനിന്ന് തുടങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെയാ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2021 പറയാനുള്ള കാര്യം അടങ്ങി ഒതുങ്ങി മര്യാദക്ക് നല്ല ആൻസറിനെ കൊച്ചായിട്ട് ഇവിടെ ഇരുന്നോളാം. 2020 പോലെ വഴക്കാളിയായിരുന്നു. കോവിഡിനെ കടിച്ചു മാറ്റിക്കോണം. എന്റെ ചേട്ടന് ഇച്ചിരി അനുസരണകേട് ഉണ്ടായിരുന്നു 2020. അപ്പൊ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ എന്താ പറയാ, ഞങ്ങൾ നല്ല കുട്ടികളായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പറ്റൂലേ? കൊമ്പ് വളയ്ക്കുന്ന എനിക്ക്.
അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ന്യൂ ഇയറിന് എന്തായാലും ഒരു സ്പെഷ്യൽ ലഞ്ച് ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് കഴിക്കാൻ പോകുന്നത് ഹഷി ബഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് ഷോപ്പുണ്ട്. അവിടുത്തെ നല്ല ക്യാമൽ മദ്ഗൂട്ട് കബ്സയാണ് നമ്മൾ ആക്ച്വലി കഴിക്കാൻ പോകുന്നത്. എൻ്റെ ദൈവം, ഞാൻ ഒരു 3 കൊല്ലം മുന്നെയാണ് ഞാൻ ആക്ച്വലി ക്യാമലിൻ്റെ മീറ്റ് ഞാൻ കഴിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് കഴിക്കാൻ പോണത്. എനിക്ക് തോന്നുന്നു റൂപം കഴിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവരുടെ റിയാക്ഷനൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാം. ആ ഒട്ടകത്തിനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ എന്തായാലും നമുക്ക് ഇവർ കഴിക്കുന്ന ഇതിലേക്ക് പോവാം. റോഷൻ ആദ്യം മണത്തൊക്കെ നോക്കുന്നുണ്ട്. എടീ ഇത് പിടിച്ചോ. ആദ്യം മീറ്റ് മാത്രം കഴിക്കുക. എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം? സൈലന്റ് ആയിട്ടുള്ള അഭിപ്രായം ഇവിടെ ആർക്കും ആവശ്യമില്ല. ബീഫ് പോലെ അതെ അല്ലേ? ഇച്ചിരി കട്ടി കൂടിയ ബീഫാണ്. ഇതിപ്പോ നല്ലതായിട്ട് വെന്തത് കൊണ്ട് നമുക്ക് അത്ര ഇതില്ല. ബീഫ് പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വേറെ ഒന്നുമില്ല. റൂപ എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ഫേമസ് ഈ ഷോപ്പ്. എന്തോരം ബ്രാഞ്ചസ് ആണെന്നറിയോ ഇതിനുള്ള. ക്യാമലിന്റെ മീറ്റിന് വേവ് കൂടുതലാ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ കാർഡ്ബോർഡ് ചവയ്ക്കുന്ന പോലെ ഭയങ്കര ടഫാ. ചെയ്ത സംഭവം പൊളിച്ചല്ലേ? സംഭവം പൊളിച്ചു. ന്യൂ ഇയർ മൊത്തം തകർപ്പനാണെന്ന്. ചുമ്മാ കടയിൽ എത്ര തിരക്ക്. അതെ, നിങ്ങൾക്ക് തോന്നും ഭയങ്കര ദൂരം കണ്ടോ കട. വീടിന്റെ താഴെ കേട്ടോ കട. വീടിന്റെ താഴെയോ? പാർക്കിങ്ങിലോ? പാർക്കിങ്ങിലല്ല, ഒരു ഇച്ചിരി 2 മിനിറ്റ് പോലും നടക്കാനില്ല. ഞാൻ കഴിച്ചത് ഒരു മലയാളിക്കടയില് ഒട്ടക കറിയാണ്. അത് പക്ഷെ അന്ന് എനിക്ക് ഈ ഫ്ലേവർ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം മസാലയുടെ ഫ്ലേവർ ഡോമിനേറ്റ് നിൽക്കുമല്ലോ. ഇത് കറക്റ്റ് ആ ഒട്ട പിന്നെ കറക്റ്റ് ഫ്ലേവർ. ഒരു ക്രോസാ. ഒരു മട്ടന്റെ മീറ്റും ബീഫിന്റെ മീറ്റും തമ്മിലൊരു ക്രോസ് അല്ലേ? ഇപ്പൊ സംഭവം പൊളിച്ചു. ആ അതെ, അങ്ങനെയാണ് ഒട്ടകം ഉണ്ടായത്. 2020 ആദ്യത്തെ ചൊല്ലിരിച്ചിരിക്കുന്നു. ശരിയല്ലേ? ആട് വളർന്നതല്ലേ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേരെ, ആട് വളരുന്നതാണോ ഒട്ടകം എന്ന്. ഗൈസ്, ഇതാണ് ഷോപ്പിന്റെ പേര്. ഇതിപ്പോ തല ഇരിഞ്ഞാണ് കാണുന്നതെന്നാണ് തോന്നുന്നത്. ഈ ഒട്ടകത്തിന്റെ പടമുള്ള കബ്സയുടെ ഷോപ്പാണ്. അപ്പം ഇത് തല തിരിഞ്ഞ് കിടക്കുന്നു. ഇതിന്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ, സൗദിയിലുള്ളവർ, ദമ്മാമിലുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വേറെ എവിടെയൊക്കെ ഞാൻ റാക്കയിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബ്രാഞ്ച്. പിന്നെ
അവിടെ നിന്നിട്ട് ആ സിഗ്നലില് ഹറാജിന്റെ അവിടെ സൂക്കൽ ഹറാജിന്റെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റിയാദിലോ ജദ്ദയിലോ അവിടെ എവിടെന്നെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരാം അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഗൈസ്. അപ്പം നമ്മളിതേ ഒട്ടക കഫ്സയൊക്കെ കഴിച്ച് നമ്മളിപ്പം ഏകദേശം ഇപ്പോൾ സമയം 4:22 അപ്പം ഇനി ഒരു കോഫി കുടിക്കാനുള്ള പ്ലാനാണ്. കംപ്ലീറ്റ് ഇന്ന് ന്യൂ ഇയർ ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഒരിക്കലും വെറുതെ ഇരുന്ന് നമ്മൾ TV കണ്ട് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. വിലാജിയോയിൽ നമ്മൾ പണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. ജസ്റ്റ് അന്നേരം ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് എല്ലാം സെറ്റപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എന്താ അവസ്ഥ എന്ന് അറിയില്ല. അപ്പം നമുക്ക് പോയെന്ന് നോക്കാം. അവിടെ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ പോയി നമുക്ക് കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കാം. ഓക്കെ. ഇപ്പം അത്യാവശ്യം തണുപ്പുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഇപ്പൊ 25 ഡിഗ്രി ഗായ്സ് ഇപ്പോൾ ഏകദേശം 22-23 ഡിഗ്രി തണുപ്പുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ രാത്രി ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തണുപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയേക്കാണ്. എല്ലാവരും ഹുഡീസ് ജാക്കറ്റ് സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് വിലാജിയിലേക്ക് പോകാം. ഓക്കെ. ഇവിടെ ആവശ്യമില്ലാതെ കൗണ്ടർ അടിക്കുന്ന ഒരാളുണ്ട്. ഞാൻ മിക്കവാറും പിടിച്ചിടിക്കും ഞാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വിലാജിയോയിൽ എത്തിയേക്കാണ്. ഈവനിങ് ടൈമാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 o'clock ആയതേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. കുറേ വണ്ടികളും സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നല്ലൊരു കോഫി ഷോപ്പ് നോക്കി നടക്കുകയാണ്. ആക്ച്വലി ഹയബൂസൊക്കെ വിട്ടിരിപ്പുണ്ട്. പൊളി.
ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ വില്ലാജിയോടകത്ത് ലപ്പാച്ചെ എന്ന് പറഞ്ഞ ഒരു കോഫി ഷോപ്പിലാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ മെനു നോക്കിയപ്പോൾ ഏകദേശം നമുക്ക് പറ്റിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് സഹിതം ഞാൻ കാണിച്ചു തരാം. എല്ലാവരും സെപ്പറേറ്റ് ഇതാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തേക്കുന്നത്. ഡ്രിങ്ക് കോഫി പല കോഫികളാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് കംപ്ലീറ്റ് ചെയ്തപ്പം എല്ലാവരും ആദ്യമായിട്ടല്ലേ വരുന്നത് അല്ലേ? എല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ആദ്യ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം അന്നേരം ഇത് ജസ്റ്റ് എല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇപ്പം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുണ്ട്. നല്ല റഷ് എന്ന് വെച്ചാൽ നല്ല റഷാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ടാണോ കോഫി ഷോപ്പിൻ്റെ അകത്ത് ഇത്ര നേരം ഉണ്ടായിരുന്നു. പക്ഷേ മുകളിൽ ഇതിൻ്റെ ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ അത്യാവശ്യം ഫുള്ളാണ്. അവിടെ എപ്പോഴും ഫുള്ളായിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഇപ്പം അത്ര റഷില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സാധനം വന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ആംബിയൻസ് ഒക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കണ്ടോ. ചപ്പാത്തി കല്ലും അതിൻ്റെ പരത്തുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ നമ്മളെ ഫുഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ദ വൺ ആൻഡ് ഓൺലി റൂബൻ ഈസ് ഹിയർ. യെസ് റൂബ, പറഞ്ഞോ. കുറേ ഓപ്ഷൻ ഉണ്ട് ഇവർക്ക്. സേവറി, ബേക്കറി, സ്വീറ്റ്, ടാർട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പം നോക്കിയപ്പോൾ എനിക്ക് സേവറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സേവറി ഫില്ലിംഗ് ഡിഷാണ്. ഇതിനകത്ത് ടർക്കി, ബീഫ്, പിന്നെ അതിൻ്റെ മണ്ടയിൽ സാത്തർ ഇട്ടാണ്. ഇവന് പറയുന്നത് കോൾഡ് കട്ട് റോൾ എന്നാണ്. പക്ഷേ ഇത് കോൾഡ് കട്ട്സ് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതെല്ലാം കുക്ക്ഡ് ബീഫ് ബേക്കൺ എല്ലാം കുക്ക്ഡ് ആണ്. അപ്പം സോ ഇത് കോൾഡ് കട്ട്സ് ആണ്. സാറിന് കോൾഡ് കട്ട്സ് എന്ന് വെച്ചാൽ എല്ലാം റോ ആണ്, പക്ഷേ ഇതെല്ലാം കുക്ക്ഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് കോൾഡ് കട്ട്സ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് കണ്ടപ്പോൾ അപ്പീലിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ ഓർഡർ ചെയ്തത് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റാസ്ബെറി മഫിനാണ്. എനിക്കൊന്ന് റാസ്ബെറിയും ചോക്ലേറ്റും ഉണ്ട് ഇതിനകത്ത്. അപ്പം ടാർട്ട് മഫിനാണിത്. അപ്പം ഇത് സെമി ഓപ്പണാണ്. അപ്പോൾ ഇതെല്ലാം ഓപ്പണും ക്ലോസും, അതുകൊണ്ടാണ് ടാർട്ട് മഫിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഫുഡായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഡ്രിങ്ക്സ് നമ്മൾ ഓർഡർ ചെയ്തത്, ഞാൻ ഓർഡർ ചെയ്തതൊരു ഹോട്ട് ഡ്രിങ്കാണ്. ഇത് കാരമൽ അല്ലല്ല, മക്കിയാറ്റോ അല്ല, കാരമൽ ലാറ്റെ. ഇത് കാരമൽ ലാറ്റയാണ്. നോർമൽ ലാറ്റെ വിത്ത് മിൽക്ക്, അതിൻ്റെ മണ്ടേ കാരമൽ ടോപ്പിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ജുബി ഓർഡർ ചെയ്തത് വെരി ഗുഡ് സ്പാനിഷ് ലാറ്റയാണ്, സ്പാനിഷ് ഐസ് ലാറ്റയാണ്. ഇത് കോൾഡ് ഡ്രിങ്ക് ആണ്. പിന്നെ മെർലി ഓർഡർ ചെയ്തത് കഫെ മക്കിയാത്തോ ആണ്. പിന്നെ റോഷ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് മാഡ്നസ് എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ചോക്ലേറ്റിൻ്റെ മണ്ടയിൽ പിന്നെയും കുറേ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം കൂടി ഇൻഫ്യൂസ് ചെയ്ത്, പിന്നെ കിൻഡറും ഉണ്ട് ഇതിനകത്ത്, ചോക്ലേറ്റ് മാഡ്നസ്. സോ അതാണ് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. അല്ല കോൾഡ് കട്ടാ കേട്ടോ. കോൾഡ് കട്ട്സ് എന്ന് പറഞ്ഞാൽ ബീഫ്, സലാമി, ബേക്കൺ. നമ്മളന്ന് സബ്വേ പോയപ്പം ഇറ്റാലിയൻ BMT ഓർഡർ ചെയ്തില്ലേ, അതിനകത്ത് ആദ്യം വെച്ചത് ബീഫ് സലാമി, പെപ്പറോണി സലാമി, ഇതെല്ലാമാണ് കോൾഡ് കട്ട്സ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ റോ ആയിട്ട് കഴിക്കാൻ പറ്റും, കാരണം അതെല്ലാം സ്റ്റീംഡ് ആണ്. അപ്പം ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ബീഫ് സലാമി ഉണ്ട്, പിന്നെ നോർമൽ ചിക്കൻ സലാമി ഉണ്ട്, ടർക്കി ഉണ്ട്. ഇതിനകത്ത് ചിക്കൻ ഇല്ലെന്ന് തോന്നുന്നു, ടർക്കിയും ബീഫും മാത്രമേ ഉള്ളൂ. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല കേട്ടോ.
ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏകദേശം 7 മണി ആവാറായി. നമ്മളിപ്പോൾ ഇത്ര നേരം വിലാജിയോയിൽ ഇവിടെ ലപ്പാറ്റയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസ് എല്ലാം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. റോഷ്നയുടെയും മെർലിൻ്റെയും റോബിൻ്റെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കയറി ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു നോർമൽ ലൈഫിലുള്ള ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ. സംഭവം നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ വന്നിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി അടിച്ചു പൊളിച്ചു ആ ഒരു രീതിയിൽ. ഓക്കെ, സോ ഓൺ ദിസ് നോട്ട് വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കിഡിലൻ ന്യൂ ഇയർ വിഷസ് അല്ലേ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് MJ Vlogs and team signing off from Bellagio Mall. Take care. Have fun. Bye. Bye.